വൈകിട്ട് 3:30 കൂടിയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയത്. ക്ഷേത്രത്തിനകത്ത് അരമണിക്കൂറോളം ചെലവഴിച്ചു. ക്ഷേത്രത്തിനകത്ത് ആ സമയം ക്ഷേത്രത്തിന്റെ മുഖ്യ തന്ത്രിമാർ, ഒപ്പം തന്നെ വിജയുടെ കൂടെ വന്ന 3 പേർ, സുരക്ഷാ ഉദ്യോഗസ്ഥർ, എക്സിക്യൂട്ടീവ് ഓഫീസിന്റെ ഭാഗമായ 3 പേർ, അങ്ങനെ കുറച്ചാളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ക്ഷേത്രത്തിനകത്ത് വിജയ്ക്ക് വേണ്ടി പ്രത്യേക സങ്കല്പ പൂജ നടത്തി. അതിനുശേഷം ക്ഷേത്രം വലം വെച്ചു. ക്ഷേത്ര ദർശനം പൂർത്തിയാക്കി, അരമണിക്കൂറിനകം പൂർത്തിയാക്കി അദ്ദേഹം മടങ്ങി. അതേസമയം തന്നെ ക്ഷേത്രത്തിന് പുറത്ത് നിരവധി ആരാധകരുണ്ടായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചത് നേരെ കാറിൽ കയറി തിരിച്ചു പോകുമെന്നായിരുന്നെങ്കിൽ, പക്ഷേ വിജയ് നേരിട്ട് ആരാധകരുടെ അടുത്തേക്ക് പോകുന്നു, അവരെ കൈവീശി അഭിവാദ്യം ചെയ്യുന്നു. ശേഷം അദ്ദേഹം വണ്ടിയിലേക്ക് കയറി. ആദ്യം ഡ്രൈവർ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ഡ്രൈവർ ഒഴിവാക്കി സ്വയം ഔദ്യോഗിക വണ്ടി ഓടിച്ചു പോകുന്ന വിജയിയാണ് കണ്ടത്. അത്തരത്തിൽ ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യം, നേരത്തെ 1976 MGR തമിഴ്നാട് മുഖ്യമന്ത്രിയായപ്പോൾ കൊല്ലൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരുന്നു. അന്ന് അദ്ദേഹം നൽകിയ സ്വർണ്ണവാൾ ഇപ്പോഴും ക്ഷേത്രത്തിൽ പൂജാ സമയത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഇന്ന് വിജയും ക്ഷേത്രത്തിൽ ഒരു വെള്ളിവാൾ നൽകിയെന്നാണ് ഇപ്പോൾ ക്ഷേത്ര മുഖ്യതന്ത്രി രാമേന്ദ്ര അടിക നമ്മോട് പറഞ്ഞത്. അതുപോലെ തന്നെ ജയലളിതയും ഇതിനു മുൻപ് മുഖ്യമന്ത്രിയായപ്പോൾ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയിരുന്നു. അതേ മാതൃക പിൻപറ്റിയാണ് അക്ഷരദേവതയുടെ സന്നിധിയിലേക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയും എത്തിയത്. അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന്റെ ഭാഗമായി ഉച്ചയ്ക്ക് 12 മുതൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയത്. 12 മുതൽ തന്നെ ഭക്തരെയെല്ലാം ക്ഷേത്രത്തിനകത്തു നിന്നും പുറത്തേക്ക് മാറ്റിയിരുന്നു. ക്ഷേത്ര പരിസരത്തേക്ക് മറ്റുള്ളവർ കടക്കാത്ത വിധം ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി. മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ ക്ഷേത്രത്തിന് പുറത്തേക്ക് മാറ്റി. ഇപ്പോൾ ഭക്തരെയെല്ലാം, അദ്ദേഹം മടങ്ങിയ ശേഷം ഭക്തർ വീണ്ടും ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും അദ്ദേഹം ക്ഷേത്രത്തിൽ എത്തി, കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര സന്നിധിയിലെത്തി. ക്ഷേത്രത്തിൽ കാണിക്കയായി ഒരു വെള്ളിവാൾ കൂടി സമർപ്പിച്ചിട്ടാണ് മടങ്ങിയത്.